ഞാൻ ജയരാജ് സാറിനെ പിന്നീട് പരിചയപ്പെടുന്നത് ഒരു ഇതുപോലൊരു സ്റ്റേജ് ഷോ ആങ്കർ ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു. അന്നൊരു പ്രയർ സോങ് കൂടി ഞാൻ പാടി. അപ്പം അതിൻ്റെ സംഘാടകർക്ക് അറിയാൻ ഞാൻ പാടും എന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ചു പ്രയർ പാടാവോ എന്ന് ചോദിച്ചു. പിന്നെ ഓക്കെ. അപ്പോൾ സാറും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു അവാർഡ് ഫംഗ്ഷനായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാടുന്നത്. ജയരാജ് സാറ് വീണ്ടും കണ്ടതും കേട്ടതും. സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ആങ്കറിങ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജയരാജ് സാറിനെ വീണ്ടും പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടി എനിക്കൊരു CD അയച്ചു തരൂ. ഞാൻ അന്ന് മൈക്കിൽ കൂടെ എല്ലാ വോയിസ് കേട്ടുള്ളൂ. അപ്പം ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ജയരാജ് സാർ അന്ന് കുറെ പുതുമുകൾക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ജയരാജ് സാർ ഒരുപാട് പേർക്ക്, ജാസി ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജയരാജ് സാറാണ്. അതുപോലെ ഒരുപാട് ആക്ടേഴ്സിനെയും ഒരുപാട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് ജയരാജ് സാറാണ്. ആ പാട്ട് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. അത് പാടുമ്പോ ഓർത്തിരുന്നോ അത് ഭയങ്കരമായിട്ട്? ഇല്ല, അങ്ങനെ വലിയ പ്രതീക്ഷ ഇല്ലാതെയാണ് പോകുന്നത്. എറണാകുളത്ത് വെച്ചായിരുന്നു റെക്കോർഡിങ്. ജാസി ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന്റെ അന്നാ കാണുന്നത്. ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ജാസി ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തൊരു സമയമായിരുന്നില്ല. അപ്പോൾ എനിക്ക് ട്രാക്ക് പാടിയുള്ള പരിചയമോ അങ്ങനെയൊന്നുമില്ല. ഒന്ന് രണ്ട് ചെറിയ ചെറിയ റെക്കോർഡിങ്സ്, അത് ഈ പരിചയങ്ങള്, പല പരിചയങ്ങളുടെ പുറത്ത് വരുന്ന ഒന്ന് രണ്ട് ഡിവോഷണൽ കാസറ്റ്സിൽ പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീച്ചർ ഭാഗ്യലക്ഷ്മി ടീച്ചറെ അടുത്താണ് ഞാൻ പഠിച്ചത്. ഡോക്ടേഴ്സ് ഭാഗ്യലക്ഷ്മി ടീച്ചറുടെ അമ്മയാണ് ആദ്യം പഠിപ്പിച്ച് തുടങ്ങിയത്, സരസ്വതി അമ്മ. പിന്നീട് അമ്മ കുറച്ച് ഏജ് ആയപ്പോൾ ഭാഗ്യ ടീച്ചർ ആണ് പഠിപ്പിച്ചത്. ഭാഗ്യ ടീച്ചറിൻ്റെ കെയർ ഓഫിൽ കുറച്ച് കവിതകൾ അങ്ങനെ ട്യൂൺ ചെയ്ത് പഠിപ്പിച്ചപ്പോൾ ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനെയും എന്നെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പാടിയുള്ള പരിചയമേ ഉള്ളൂ. അപ്പോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ്. അല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോ ഭയങ്കര എന്താ പറയാ, ടെൻഷനുണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നി എന്തോ ഇത് എങ്ങനെയാവും അറിയില്ല, പാടിയിട്ട് ഇനിയിപ്പോ ഓക്കെ അല്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു.